നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ഇന്ത്യ എപ്പോഴൊക്കെ ലോകകപ്പ് ജയിച്ചോ അപ്പോഴൊക്കെ ആ ടീമുകളിൽ മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു. 1983 ഇന്ത്യ ആദ്യമായി ലോകകപ്പ് നേടുന്നത്. അതൊരു ഏകദിന ലോകകപ്പായിരുന്നു. കപിൽ ദേവാണ് അന്ന് ക്യാപ്റ്റൻ. ഇതെല്ലാം ചരിത്രമാണ്. ഇതൊക്കെ അറിയാത്ത ക്രിക്കറ്റ് ആരാധകരുണ്ടാകില്ല. അന്ന് കപിൽ ദേവിൻ്റെ നേതൃത്വത്തിലുള്ള ടീമിൽ സുനിൽ വാത്സൻ എന്നൊരു മലയാളി ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഫസ്റ്റ് 11 ഒരു കളിയിലും ആദ്യത്തെ 11 പേരിൽ ഇടം കിട്ടിയില്ല. അദ്ദേഹം കളിച്ചതുമില്ല. പക്ഷെ ആ ടീമിൽ അയാളുണ്ടായിരുന്നു. മൊത്തം ടീമിൽ അയാളുണ്ടായിരുന്നു, സുനിൽ വാത്സൻ. പിന്നീട് 24 വർഷത്തിന് ശേഷമാണ് ഇന്ത്യ വേറൊരു ലോകകപ്പ് നേടുന്നത്. അത് 2020 ലോകകപ്പാണ്. 2007 ആദ്യത്തെ 2020 ലോകകപ്പാണ് മഹേന്ദ്ര സിംഗ് ധോണിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ നേടുന്നത്. അന്ന് അതിൽ പ്രധാനപ്പെട്ട കളിക്കാരനായി ശ്രീശാന്ത് ഉണ്ടായിരുന്നു, മലയാളി താരം ശ്രീശാന്ത്. നമുക്കറിയാം, ആ കാലത്ത് ഇന്ത്യയിലെ തന്നെ ഒരുപക്ഷെ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബൗളർമാരിൽ ഒരാളായിരുന്നു ശ്രീശാന്ത്. അന്ന് ശ്രീശാന്താണ് അവസാനം ജോഗിയുടെ മീഡിയം പേസ് ബൗളിങ്ങിൽ മിസ്ബാഹുൽ ഹക്ക് സ്കൂപ്പ് ചെയ്ത പന്ത് ബൗണ്ടറി ലൈനിനടുത്ത് വെച്ച് ക്യാച്ച് ചെയ്ത് തേർഡ് മാൻ ബൗണ്ടറിക്ക് അടുത്ത് വെച്ച് ക്യാച്ച് ചെയ്തത് ശ്രീശാന്തായിരുന്നു. അങ്ങനെ അന്ന് ശ്രീശാന്ത് വാർത്തകളിൽ വല്ലാതെ നിറഞ്ഞു നിന്നിരുന്ന ദൃശ്യങ്ങളിൽ ഇന്നും ആ ദൃശ്യങ്ങൾ എപ്പോഴൊക്കെ കാണുന്നു ആ ദൃശ്യമാണ് കാണിക്കുക. ശ്രീശാന്ത് അവസാനത്തെ ക്യാച്ച് എടുക്കുന്നത്. അങ്ങനെ ശ്രീശാന്ത് നിറഞ്ഞു നിന്ന ഒരു ലോകകപ്പായിരുന്നു അത്. പിന്നീട് 4 വർഷത്തിന് ശേഷം 2011 ഇന്ത്യ വീണ്ടും ഒരു ഏകദിന ലോകകപ്പ് നേടി. 1983 കപിൽ ദേവ് ക്യാപ്റ്റനായി ഇന്ത്യൻ ക്രിക്കറ്റിൽ തന്നെ വലിയ വഴിത്തിരിവുണ്ടാക്കിയ ആ ലോകകപ്പിന് ശേഷം 28 വർഷത്തിന് ശേഷം ഇന്ത്യ വീണ്ടും ഒരു ഏകദിന ലോകകപ്പ് നേടി. അതും മഹേന്ദ്ര സിംഗ് ധോണിയുടെ നേതൃത്വത്തിലായിരുന്നു. അന്നും ശ്രീശാന്ത് ടീമിലുണ്ടായിരുന്നു. ഫൈനലിൽ ആശിഷ് നെഹ്റയ്ക്ക്, അതുവരെ കളിച്ചിരുന്ന ആശിഷ് നെഹ്റയ്ക്ക് പരിക്കേറ്റപ്പോൾ ഫൈനലിൽ നെഹ്റയ്ക്ക് പകരം ഇറങ്ങിയത് ശ്രീശാന്താണ്. അന്ന് അങ്ങനെ ഒരു ഭാഗ്യം ശ്രീശാന്തിന് ഉണ്ടായിരുന്നു. അങ്ങനെ ശ്രീശാന്ത് 2 ലോകകപ്പുകളിൽ ഇന്ത്യ നേടിയ 2 ലോകകപ്പുകളിൽ കളിച്ചുകൊണ്ട് തന്നെ ഫസ്റ്റ് 11 ഉണ്ടായിക്കൊണ്ട് തന്നെ പങ്കാളിയായി. 83 സുനിൽ വാത്സന് ഒരിക്കലും കളിക്കാൻ കഴിഞ്ഞില്ല, പക്ഷേ ടീമിലുണ്ടായിരുന്നു. പിന്നീട് 2007 2020 ലോകകപ്പ് നേടിയപ്പോഴും 2011 2020 ലോകകപ്പ് നേടിയപ്പോഴും അതിൽ സജീവ സാന്നിധ്യമായി ടീമിൽ തന്നെ കളിച്ച് തന്നെ ഫസ്റ്റ് 11 തന്നെ ശ്രീശാന്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ശ്രീശാന്ത് 2 ലോകകപ്പ് ജയിച്ച കളിക്കാരനാണ്. പിന്നെ നീണ്ട 13 വർഷത്തിന് ശേഷം 13 വർഷത്തിന് ശേഷം 2024 ഇന്ത്യ വീണ്ടും ഒരു ലോകകപ്പ് നേടുന്നു. 2020 ലോകകപ്പായിരുന്നു. രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ 2020 ലോകകപ്പ് നേടിയപ്പോൾ സഞ്ജു സാംസൺ ടീമിലുണ്ടായിരുന്നു. ഒരു കളിയും അദ്ദേഹത്തിന് കളിക്കാനും കഴിഞ്ഞില്ല. സുനിൽ വാത്സനെ പോലെ തന്നെ നിർഭാഗ്യമായിരുന്നു അത്. ഒരു കളിയിലും അമേരിക്കയിൽ നടന്ന ആ ടൂർണമെൻറ്റിൽ ഒരു കളിയിലും സഞ്ജുവിന് കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ മൊത്തം ടീമിൽ മലയാളി സാന്നിധ്യമായി സഞ്ജു സാംസൺ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നലെ ഇന്ത്യ 5ാമതൊരു മൊത്തം ഏകദിന ലോകകപ്പുകളടക്കം 2020 ലോകകപ്പുകളടക്കം 5ാമതൊരു ലോകകപ്പ് കൂടി ഉയർത്തിയപ്പോൾ അതിൻ്റെ നെടും തൂണായി സഞ്ജു സാംസൺ ഉണ്ട്. അതിൻ്റെ നെടും തൂൺ എന്ന് പറഞ്ഞാൽ സെമിയിലെത്താൻ വേണ്ട നിർണായക കളി, ആ കളി തോറ്റ പുറത്താകുമായിരുന്നു. അന്ന് വെസ്റ്റ് ഇൻഡീസിനെതിരെ അതിഗംഭീരമായി കളിച്ച് 97 ഏതാണ്ട് ഒറ്റയ്ക്ക് കളി ജയിപ്പിച്ച് 97 റണ്ണെടുത്ത് നോട്ടൗട്ടായി നിന്ന് സഞ്ജു സാംസൺ സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ അടിച്ച് തകർത്ത് 89 റൺ അടിച്ചു. ഇന്നലെ വീണ്ടും ന്യൂസിലാൻഡിനെതിരെ ഒരു 89 റണ്ണ് കൂടി അതും അടിച്ചു തകർത്ത് ഗംഭീര തുടക്കം നൽകി ഇന്ത്യക്ക്. അങ്ങനെ സഞ്ജു സാംസൻ്റെ സ്വന്തം ലോകകപ്പായി ഇത് മാറുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യയുടെ എല്ലാ ലോകകപ്പുകളിലും, ഇന്ത്യ ജയിച്ച എല്ലാ ലോകകപ്പുകളിലും, അത് 2 ഏകദിന ലോകകപ്പുകളായാലും 3 2020 ലോകകപ്പുകളായാലും എല്ലാത്തിലും മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു. അതിൽ 2 ലോകകപ്പുകളിൽ 83 ലോകകപ്പിലും 2024 ലോകകപ്പിലും മലയാളികൾ കളിക്കാൻ കഴിഞ്ഞില്ല. 11 അവസാന 11 ഉണ്ടായില്ല, പക്ഷേ ടീമിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 5 ലോകകപ്പുകളിലും മലയാളികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അത് പ്രത്യേകം ഇന്നലെ കമൻട്രിയിൽ രവിശാസ്ത്രി പറയുന്നുണ്ടായിരുന്നു.
രവിശാസ്ത്രി അത് എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് വളരെ നേരത്തെയും ഒരുപാട് പറഞ്ഞ് പഴകിയ തേഞ്ഞ ഒരു കാര്യം തന്നെയാണ്. അതൊരു പുതിയ കാര്യമൊന്നുമല്ല. ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ പുതിയ കാര്യമായിട്ടൊന്നുമല്ല. പക്ഷേ ഒരു ലോകകപ്പ് കൂടി ജയിക്കുന്ന സന്തോഷത്തിൽ നമുക്ക് ഇരട്ടി മധുരമായി ഇത് ഒന്നുകൂടി ഓർത്തളയാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഏറ്റവും സന്തോഷകരമായ ഒരു ലോകകപ്പ് കൂടി ഇന്ത്യ നേടിയ ഈ സാഹചര്യത്തിൽ അതിലൊരു മലയാളിയാണ് അത് നേടിക്കൊടുത്തത്, അങ്ങനെ തന്നെ പറയണം, നേടിക്കൊടുത്തത് എന്നുകൂടി ആലോചിക്കുമ്പോൾ അഭിമാനകരമായ വളരെ സന്തോഷമാണ് നമുക്കൊക്കെ ഉള്ളത്.